പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. മുന്നിൽ നടക്കുന്നവരും മൂന്നുപേരും വല്ലായ്മയോടെ നോക്കി. അങ്കിളിനോ ആന്റിക്ക് അവനോട് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. മുഖം ഉയർത്തിപ്പിടിച്ച് എന്തൊക്കെയോ ചിന്തകളോടെയാണ് അവൻ തറവാട്ടിലേക്ക് നടക്കുന്നത്. തറവാട്ടിൽ കാർ പാർക്ക് ചെയ്ത ശേഷം എല്ലാവരും ഒരുമിച്ചാണ് ഗീതുവിന്റെ വീട്ടിലേക്ക് വന്ന്. അതുവരെയും ആന്റിയും അങ്കിളും പോലും കാര്യം അറിഞ്ഞിരുന്നില്ല. ഗീതുവിനെ വീട്ടിൽ നിന്ന് വിളിച്ച് കാണണമെന്നും വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഹർഷനും കരുതിയില്ല കല്യാണം ഒഴിയാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്ന്. രാധിക കൂടെ വരാമെന്ന് പറഞ്ഞെങ്കിലും ഷാജിയെയും വിളിച്ചാണ് അവൻ പോകുന്നത്. പോകും വഴി തന്നെ ആന്റി അങ്കിളിനെയും വിളിക്കുകയും ചെയ്തു. പക്ഷെ അവരും അമ്പരന്നു ഹർഷൻ വിളിച്ചപ്പോൾ. തൊട്ടടുത്ത് തന്നെയുള്ള തങ്ങളെ അറിയിക്കാതെ ഹർഷനെ വിളിച്ച് നീതുവിന്റെ അച്ഛൻ കാണണമെന്ന് പറയുമ്പോൾ അതിലെന്തോ ഉണ്ടല്ലോ എന്ന് സംശയിക്കുകയും ചെയ്തു. പിന്നെ ഹർഷൻ വന്ന ശേഷം ഒരുമിച്ച് തന്നെ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. പക്ഷേ അങ്കിൾ വണ്ടി എടുക്കുന്നില്ലേ? കാറിനടുത്തെത്തിയതും ഹർഷൻ ഷാജിയെ നോക്കി ചോദിച്ചു. ആ, ഞാൻ എടുക്കാം മോനെ. ഷാജി പറഞ്ഞപ്പോൾ തന്നെ ഹർഷൻ കയ്യിലെ ചാവി അയാൾക്ക് നീട്ടി. ഷാജി ഗോപനെയും നിഷയും നോക്കിയ ശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ഹർഷൻ ആന്റി അങ്കിളിനെയും നോക്കി. കേറുന്നില്ല, പോട്ടെ, ഇപ്പൊ തന്നെ ലേറ്റായില്ലേ, അമ്മ കാത്തിരിക്കാവും. അമ്മയോട് എന്തു പറയുന്ന? ഹർഷനുള്ളിലെ വല്ലായ്മ മറച്ചു വെക്കാതെ പറഞ്ഞു. അമ്മയുടെ 1-2 കോളുകൾ ഇതിനോടകം തന്നെ ഫോണിൽ വന്ന് കിടപ്പുണ്ട്. അടക്കി പിടിച്ച തേങ്ങൽ നിഷയിൽ നിന്ന് ഉയർന്നു. അവൻ മുഖം പൊത്തിക്കൊണ്ട് ഗോപനെ ചാരി. താനാണ് ഈ ആലോചനയ്ക്ക് മുൻകൈ എടുത്തതെന്നും കല്യാണം എന്നൊക്കെ പറഞ്ഞ് ധൃതി കൂട്ടിയെന്നുള്ള ചിന്തകൾ അവരെ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതാണ് അവരെ കൂടുതൽ തളർത്തുന്നത്. മോനെ. ഗോപന് വല്ലായ്മയോടെ വിളിച്ചപ്പോൾ ഹർഷനാകെ അസ്വസ്ഥനായി. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങളെ, ഇങ്ങനെ ഒഴിഞ്ഞതോർത്ത് ആശ്വസിച്ചാൽ മതി. ആന്റിക്കറിയാതെ ഞാൻ പോട്ടെ അങ്ങളെ. ഹർഷൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറിയിരുന്നു. ഷാജി ഗോപനെ നോക്കിക്കൊണ്ട് കാറെടുത്തു. നിഷയും ഗോപനും ആ വണ്ടി മറയുന്നവരെ അവിടെ നിന്നു. കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിക്കിടക്കുന്നവനെ ഷാജി ഇടയ്ക്കിടെ നോക്കി. അയാൾക്ക് പാവം തോന്നിപ്പോയി. ഇന്ന് ഉച്ചവരെ എത്ര സന്തോഷത്തോടെ നടന്നിരുന്നവനാണ്. ഈ ദിവസം തന്നെ എല്ലാം നടന്നല്ലോ. ഓരോന്നോർക്കെ അയാൾ മകളെക്കുറിച്ചും ചിന്തിച്ചു. ഇവിടം കൊണ്ട് അവസാനിച്ചത് നന്നായി. കുറെ കൂടി സ്നേഹിച്ചും മോഹിച്ചും കഴിഞ്ഞ് വേദനിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാ. 11:30 കഴിഞ്ഞിരുന്നു. ഹർഷന്റെ വണ്ടി ഷാജിയുടെ വീട്ടുമുറ്റത്തേക്ക് കയറുമ്പോൾ ഇടയ്ക്ക് സന്ധ്യ വിളിച്ച് കാര്യം അന്വേഷിക്കുകയും രാധികയും ശ്യാമും വീട്ടിലുണ്ടെന്നും പറഞ്ഞിരുന്നു. ഷാജിയുടെ കാർ കണ്ടത് ഉമ്മർത്തിരിക്കായിരുന്ന അമലും ശ്യാമും ചാടി എഴുന്നേറ്റു. മോനെ. ഷാജി കാർ പാർക്ക് ചെയ്തുകൊണ്ട് ഹർഷനെ തട്ടി വിളിച്ചു. അവൻ കണ്ണു തുറന്നും കാണുന്നത് ഷാജിയുടെ വീടും ഉമ്മർത്തി നിൽക്കുന്ന ശ്യാമിനെയുമാണ്. അമ്മയൊക്കെ ഇവിടെയുണ്ട്, നമുക്ക് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സമാധാനത്തിൽ അവരെ അറിയിച്ച ശേഷം വീട്ടിലേക്ക് പോവാം. ഷാജി പറഞ്ഞപ്പോൾ അത് തന്നെയായിരിക്കും നല്ലതെന്ന് അവന് തോന്നി. തന്നെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമോ എന്ന് സംശയമുണ്ടായിരുന്നു അവന്. അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്നോർത്തൊരു ഭയം. ആ വീട്ടിൽ നിന്നിറങ്ങിയ നിമിഷം മുതൽ അത് തന്നെയായിരുന്നു മനസ്സിനെ ഭരിച്ചിരുന്നത്. ഹർഷനും നിശ്വസിച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങി. കൂടെ ഷാജിയും. ഉമ്മറത്തേക്ക് കയറിക്കൊണ്ടവൻ അമലിനെയും ശ്യാമിനെയും നോക്കി. അവൻ കയറിയതേ ശ്യാം മുഖം വെട്ടിത്തിരിച്ചു. അമലിന്റെ മുഖത്താവട്ടെ ഏറെ സങ്കടവും. ഹർഷന് സംശയത്തോടെ ഷാജിയെ നോക്കി. ഷാജിയും നെറ്റി ഒളിച്ച് നിൽക്കുകയാണ്. മോനെ. തൊട്ടടുത്ത നിമിഷം കേട്ട രാധികയുടെ കരച്ചിലും കൂടെ ഓടിപ്പാഞ്ഞു വരുന്ന രൂപവും. അവന്റെ നെഞ്ചിലേക്ക് ഒരു വീഴ്ചയായിരുന്നു രാധിക. ഹർഷൻ പകച്ചുപോയി. അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു. അമ്മ മാത്രമല്ല, എല്ലാവരും. അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്യാമിനെ നോക്കിയവൻ തന്നെ നോക്കാതെ കണ്ണുകൾ തുടക്കുകയാണ്. ഒരുപക്ഷെ ഈ സമയത്തിന്റെ ഉള്ളിൽ തന്നെ അങ്കിളും ആന്റിയും വിളിച്ചിട്ടുണ്ടാവും. ഹർഷന് ആശ്വാസമാണ് അനുഭവപ്പെട്ടത്. അമ്മയോട് ഇതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല അവന്. ഹർഷൻ ചുറ്റുമൊക്കെ നോക്കി. എല്ലാവരും ഉണ്ട്. ഷാജിയും ശ്യാമും അമലും. ഡോറിനടുത്ത് രാധികയും അവർക്ക് പുറകിലായി വേണിയും. ഒരു നെടുവീർപ്പോടെ ഹർഷൻ അമ്മയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. സന്ധ്യ ഡോറിന് മുന്നിൽ നിന്ന് മാറിക്കൊടുത്തും അവൻ അവരുമായി ലിവിംഗ് റൂമിലേക്ക് നടന്നു. സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് അമ്മയെ നോക്കി. ഇപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ല അവർ. അമ്മയെ നിർത്തിയേ, കരച്ചിൽ നിർത്തിയേ അമ്മേ. അമ്മേന്ന് നോക്കമ്മേ. ഹർഷൻ പണിപ്പെട്ട് അവരുടെ മുഖം പിടിച്ചുയർത്തി. ഇത്രക്ക് അറിയാൻ മാത്രം എന്താ? നിശ്ചയം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതും ഇന്ന് തന്നെ ഇങ്ങനെയൊക്കെ നടന്ന് നല്ലതായിട്ട് കരുതിയാൽ മതി. ഇതെന്താ ഇങ്ങനെ അമ്മേ? ഹർഷൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴും അതൊന്നും കേൾക്കാൻ കൂട്ടാകാതെ കരഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ മുഖവും കണ്ണുമെല്ലാം ചുവന്ന് വീർത്തിരുന്നു. അമ്മയുടെ കരച്ചിലും സങ്കടവും കണ്ടിട്ടാ എനിക്ക്. ആന്റി, അങ്ങളെ ഒന്ന് പറ. അവൻ താൻ പറയുന്ന കേൾക്കാൻ പോലും കൂട്ടാക്കാതെ കരയുന്നവരെ കണ്ട് അസ്വസ്ഥതയോടെ പറഞ്ഞു. ഷാജി അവർക്ക് മുന്നിലെ സോഫയിലേക്ക് വന്നിരുന്നു. രാധികേ, നീ ഇങ്ങനെ കരഞ്ഞു മതി. ഇതിപ്പോ നീ ആ ചെക്കൻ്റെ ടെൻഷനും സങ്കടവും കൂട്ടുകയാണല്ലോ. അയാൾ അല്പം കരത്തിൽ തന്നെ പറഞ്ഞതും ആ വാക്കുകൾ നൽകിയ തിരിച്ചറിവിലോ എന്തോ രാധികയുടെ കരച്ചിലിന്റെ ആക്കം കൊണ്ടു. അവർ വേദനയോടെ വായ പൊത്തിക്കൊണ്ട് ഹർഷനെ നോക്കി. അവനെ കാണെ അവരുടെ നെഞ്ചി പിന്നെയും പൊടിയുന്നുണ്ട്. തന്റെ മോൻ അച്ഛൻ മരിച്ചപ്പോൾ പോയതാണ്. അവന്റെ കളിയും ചിരിയുമെല്ലാം. നന്നായി പഠിക്കണം, ജോലി വാങ്ങണം, അമ്മയെയും അനിയനെയും നന്നായി നോക്കണം. ആ ഒരു ചിന്ത മാത്രമേ പിന്നെ അവനുണ്ടായിരുന്നുള്ളൂ.
ആ പ്രായത്തിൽ തന്നെ കൊണ്ടാവുന്ന പോലെ ചെറിയ ചെറിയ ജോലികൾക്ക് പോയി ചെറിയ സമ്പാദ്യമുണ്ടാക്കി തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവൻ, തൻ്റെ ഓരോ വേദനകളിലും തളർച്ചകളിലും താങ്ങി നിർത്തിയവൻ. ഇപ്പോൾ പോലും അവൻ്റെ മുഖത്ത് കല്യാണം മുടങ്ങിയ വേദനയല്ല, തന്നെ ഓർത്തുള്ള പേടിയും ആവലാതിയുമാണ്. പക്ഷെ അവന് നോവുന്നുണ്ടാവില്ലേ? അവൻ്റെ ഉള്ളം തന്നെക്കാൾ നോവുന്നുണ്ടാവില്ലേ? ഈ സമയം താൻ കൂടെ തളർന്നാൽ തൻ്റെ മോൻ, അവൻ്റെ മനസ്സ് മനസ്സിലാക്കി ആശ്വസിപ്പിക്കേണ്ടത് താനല്ലേ? താൻ മാത്രമല്ലേ അവനുള്ളത്? രാധിക വീണ്ടും ഒന്ന് പൊട്ടിക്കരയാൻ ആഗ്രഹിച്ചെങ്കിലും അവർ തൻ്റെ മുന്നിലിരിക്കുന്നവനെ കാണി തൻ്റെ നോവ് ഹൃദയത്തിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവനെ തൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു. പിന്നെ ഇടം കൈയാൽ കണ്ണും മുഖവും തുടച്ചു. പോട്ടെ, വേണ്ട അവള് നമുക്ക്, അവർ മുറുകിയ സ്വരത്തിൽ പറഞ്ഞു. ഷാജി രാധികയോടും മറ്റുള്ളവരോടും നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി പറയാൻ തുടങ്ങിയപ്പോൾ ഹർഷൻ പതിയെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് നടന്നു. അവരൊക്കെ അത് ശ്രദ്ധിച്ചെങ്കിലും ആരും അവന് പിന്നാലെ ചെന്നില്ല. അവൻ ഒറ്റയ്ക്കിരിക്കട്ടെ എന്ന് തന്നെ കരുതി. ഷാജി പറയുന്നൊക്കെ കേൾക്കുമ്പോഴും വേണിയുടെ മനസ്സ് മുഴുവൻ ഉമ്മറത്തിരിക്കുന്നില്ലായിരുന്നു. വൈകുന്നേരം തന്നെ അവൾ അറിഞ്ഞിരുന്നു ഷാജിയും ഹർഷനും ഗീതുവിന്റെ വീട്ടിലേക്ക് പോയത്. പക്ഷേ വിവാഹം ഒഴിയാൻ വേണ്ടിയാണെന്ന് മനസ്സിൽ പോലും തോന്നിയിട്ടില്ല. രാധികയുടെ ആവലാതിയും വെപ്രാളവും കണ്ടിരുന്നെങ്കിലും മറ്റെന്തെങ്കിലും കാര്യമാവെന്ന് കരുതിയിരിക്കുമ്പോഴാണ് നിഷ വിളിക്കുന്നതും വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു എന്നറിയുന്നതും. ഞെട്ടിപ്പോയി വേണി. സന്തോഷിക്കണോ അതോ സങ്കടപ്പെടണോ എന്ന് പോലും അറിയാതെ പകച്ചു നിന്നു നിമിഷങ്ങളോളം. ഇന്ന് നിശ്ചയിച്ചുറപ്പിച്ച യുവാത്തിൽ നിന്നും ഇന്ന് തന്നെ ഒരു പിന്മാറ്റം പ്രതീക്ഷിച്ചിരുന്നല്ലോ. ഏറെ നേരത്തെ പകപ്പിന് ശേഷം ആദ്യം അനുഭവപ്പെട്ട സന്തോഷം തന്നെയാണ്. ഇത്ര നേരമുണ്ടായിരുന്ന മനസ്സിലെ കനം ഇറക്കി വെച്ച പോലെ. കാരണമറിയില്ലെങ്കിലും ഗീതവും വീട്ടുകാരുമായി തന്നെ ആ വിവാഹം വേണ്ടെന്ന് വെച്ചപ്പോൾ അവരോടൊരു നിമിഷം ഉള്ളു നിറഞ്ഞ സ്നേഹവും നന്ദിയും തോന്നിപ്പോയി അവൾക്ക്. പക്ഷെ അമ്മയെ കെട്ടിപ്പിടിച്ച് പദം പറഞ്ഞു കരയുന്ന രാധികയെ കണ്ടപ്പോൾ അവളൊന്ന് വല്ലാതെയായി. ഇത്ര നേരം സ്വന്തം മനസ്സിന്റെ സന്തോഷം മാത്രം ചിന്തിച്ചവൾക്ക് സങ്കടം വന്നു. ആന്റിയെയും ശ്യാമിനെയും കണ്ടപ്പോൾ സങ്കടവും അവിശ്വസനീയതയും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ശ്യാമിന്റെ മുഖം. അമ്മയും അമലും വരെയും വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. അതിനിടയിൽ താൻ മാത്രമാണ് സന്തോഷത്തോടെ. വേണി സ്വയം ഒന്ന് വിശകലനം ചെയ്തു. എല്ലാവരും എത്ര വിഷമത്തിലാണ്. ഹർഷൻ ചേട്ടന് വിഷമിക്കുന്നുണ്ടാവില്ലേ? കുറച്ച് ദിവസങ്ങൾ കൊണ്ട് താൻ നേരിട്ട് കണ്ടതല്ലേ ഹർഷൻ ചേട്ടന്റെ സന്തോഷം. ഇന്ന് വൈകിട്ട് വരെ ആളെത്ര ഹാപ്പി ആയിരുന്നു. ഗീതുവിനെ എത്ര ഇഷ്ടപ്പെട്ടു എന്ന് തനിക്ക് മനസ്സിലായതല്ലേ? അപ്പൊ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചപ്പോൾ ഹർഷൻ ചേട്ടന് നൊന്തിട്ടുണ്ടാവില്ലേ? ഗീതുവിനെ നഷ്ടപ്പെട്ടോർത്ത് നീറുന്നുണ്ടാവില്ലേ? അതുമാത്രമാണോ? നിശ്ചയം കഴിഞ്ഞ് ബന്ധമൊഴിയുമ്പോൾ ആളുകൾ എന്തൊക്കെ പറയും അറിയുമ്പോൾ അവർ കളിയാക്കില്ലേ, പരിഹസിക്കില്ലേ? കാര്യം പോലും തിരക്കാതെ കുത്തി നോവിക്കില്ലേ, മോശം പറയില്ലേ? തെറ്റൊന്നും ചെയ്യാഞ്ഞിട്ടും താനും അനുഭവിച്ചല്ലേ ഒരിക്കൽ. അതുപോലൊരു സാഹചര്യത്തിലൂടെ ഇനി ഹർഷൻ ചേട്ടൻ കടന്നു പോകണ്ടേ? എത്ര പേരോട് സമാധാനം പറയേണ്ടി വരും? ഓർക്കെ ഓർക്കെ വേണിക്ക് നെഞ്ചു വിടഞ്ഞുപോയി. അവന്റെ വേദനകൾ സ്വയം ഏറ്റുവാങ്ങാൻ, ആശ്വാസമാവാൻ ആഗ്രഹിച്ചു അവൾ. വേണി നിന്നിടത്തുനിന്ന് എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചു. അവർ സംസാരത്തിൽ തന്നെയാണ്. കരച്ചിലും മറ്റും മാറി ദേഷ്യമാണ് എല്ലാവർക്കും. ഗീതുവിനോടും വീട്ടുകാരോടുള്ള ദേഷ്യവും വെറുപ്പാണെന്ന് വേണിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. അവൾ ഉമ്മറത്തേക്കും തലയരിച്ചു നോക്കി. കാണുന്നില്ല അവനെ. വേണി പതിയെ ആരെയും ശ്രദ്ധിക്കാതെ, ആർക്കും ശ്രദ്ധ കൊടുക്കാതെ ഉമ്മറത്തേക്ക് നടന്നു ചെന്നു. തിണ്ടയിൽ നെറ്റിൽ വിരൽ താങ്ങി കണ്ണുകളടച്ച് വെറുതെ ഇരിക്കുകയാണ് ഹർഷൻ. ആരോ വന്നതറിഞ്ഞതും അവൻ കണ്ണു തുറന്നു നോക്കി. വേണിയെ കണ്ടപ്പോൾ അവൻ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളെ ചോദ്യത്തോടെ നോക്കി. ഹർഷൻ ചേട്ടന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഗീതുവിനെ. വിഷമമുണ്ടോ ഇപ്പൊ ഇങ്ങനെയൊക്കെ നടന്നതില്? വേണി അല്പം പരിങ്ങലോടെയാണ് ചോദിച്ചത്. ഹർഷൻ ഒരു നിമിഷം അവളെയും നോക്കി. ഇങ്ങനെ ഒരു ചോദ്യമോ സംസാരമോ വേണിയിൽ നിന്ന് അവൻ പ്രതീക്ഷിച്ചതല്ല. വിവാഹം കഴിക്കാൻ പോകുന്നവരോട് നമുക്ക് ഇഷ്ടമില്ലാതിരിക്കുമോ? ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പൊ വിഷമമുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. ഹർഷനൊരു നിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. വേണിയും തലയൊന്ന് കുലുക്കിക്കൊണ്ട് അവന്റെ മുമ്പിലേക്ക് നീങ്ങി നിന്നു. അവനോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറയാൻ ആഗ്രഹിച്ചു വേണി. ആ സാഹചര്യമോ സമയമോ സ്ഥലമോ ഒന്നിനെക്കുറിച്ച് അവൾ ഓർത്തില്ല. ഇതുപോലൊരു അവസരമോ തുറന്നു പറയാനുള്ള ധൈര്യമോ തനിക്കിനി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ലെന്ന് അന്നേരം തോന്നിയവൾക്ക്. ആ നിമിഷം തന്നെ തന്റെ ഹൃദയം അവന് മുമ്പിൽ തുറക്കാൻ ആഗ്രഹിച്ചു വേണി. ഹർഷൻ ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിക്കിയാണ് അവൾ മുഖവിരിയിട്ട് തുടങ്ങിയത്. ഹർഷൻ നെറ്റി വിളിച്ചുകൊണ്ട് അവളെ നോക്കി. ഇത്ര നേരം ഇല്ലാതിരുന്ന വെപ്രാളം അവളിൽ കടന്നുകൂടിയത് അവൻ ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് ഹർഷൻ ചേട്ടനെ ഇഷ്ടമാണ്. കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനുള്ള ഇഷ്ടം. മുമ്പേ പറയണമെന്ന് കരുതിയതാ. അപ്പോഴേക്കും ഗീതുവിൻ്റെ പ്രപ്പോസൽ വന്നു. പിന്നെ എനിക്ക് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. ഇങ്ങനൊരു സിറ്റുവേഷനിൽ പറയുന്നത് എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇപ്പോൾ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ? കണ്ണടച്ചും തുറന്നു അത്രയും പറഞ്ഞു വേണി അവനെ നോക്കി. തന്റെ മുമ്പിൽ അമ്പരപ്പോടെ നിൽക്കുന്നവനെ കാണെ വേണിക്ക് വെപ്രാളം കൂടി. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൾ മറ്റൊന്നുകൂടെ ശ്രദ്ധിച്ചു. അവന്റെ നോട്ടം തനിക്ക് പിറകിലേക്ക് കൂടി ചെല്ലുന്നുണ്ടെന്ന് വേണിയുടെ ഉള്ളിൽ ഒരു ഇടിവെട്ടിയ പോലെ തോന്നി. അവൾ അതുവരെ ഇല്ലാതിരുന്ന പേടിയോടെയും അങ്കലാപ്പുടെയും പതിയെ തിരിഞ്ഞു നോക്കി. കണ്ണുമിഴിഞ്ഞ് അത്ഭുതത്തോടെ നിൽക്കുന്ന രണ്ട് വീട്ടുകാരെയും കണ്ടതോടെ അവൾക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് തോന്നിപ്പോയി.
ഷാജിയുടെയും സന്ധ്യയുടെയും രാധികയുടെയും മുഖത്ത് ഞെട്ടിലും പകപ്പും അത്ഭുതവും എല്ലാം കാണാം. അമൽ പിന്നെ വാതുറന്നാണ് നിൽക്കുന്നത്. അവനിത് സ്വപ്നം കാണുകയാണോ എന്ന സംശയത്തിലാണ്. ശ്യാമാവട്ടെ അത്ഭുതത്തോടെ അമ്പടി കേമി എന്ന മട്ടിലാണ്. അവരുടെ നിൽപ്പും ഭാവം കണ്ടപ്പോൾ തന്നെ എല്ലാവരും എല്ലാം കേട്ടെന്ന് വേണിക്ക് ഉറപ്പായി. അവൾ പതുക്കെ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊരു ഇളിപ്പിയ ചിരിയായി മാറി. വേണി ആശങ്കയോടെ തിരിഞ്ഞു നോക്കി. ഹർഷൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അവൻ ആ കണ്ണുമിഴിച്ച് നിൽക്കുക തന്നെയാണ്. എന്നാൽ അവള് പിന്നെ ഒരു നോട്ടം നോക്കിയത് പോലുമില്ല. വീട്ടുകാരെ നോക്കി നിൽക്കുകയാണവൻ. വേണിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല ഒരു നിമിഷം. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അവൾ അവർക്കിടയിലൂടെ അകത്തേക്ക് പാഞ്ഞു. മുറിയിലേക്ക് ഓടിക്കയറി ഡോർ ലോക്ക് ചെയ്ത് ഡോറിൽ ചാരിയുന്നുകൊണ്ട് ശ്വാസം എടുത്തവൾ. പിന്നെ നടന്ന കാര്യങ്ങളുടെ ബാക്കി വന്ന ചമലോടെയും നാണത്തോടെയും 2 കൈകൾ കൊണ്ട് മുഖം പൊത്തിയവൾ. അയ്യേ! ചമലോടെ കണ്ണ് പിന്നെയും പിന്നെയും കണ്ണിറുക്കെ പൂട്ടി. വേണി പോയതും അവരുടെ നോട്ട് ഹർഷനിലേക്കായി. അവനാണെങ്കിൽ ഇപ്പോഴും അമ്പരപ്പ് വിട്ടുമാറിയിട്ടില്ല. ഷാജിക്കും സന്ധിക്കുവാണെങ്കിൽ എന്തു പറയണമെന്നോ ചോദിക്കണമെന്നോ വ്യക്തതയുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ പരിങ്ങി പരിങ്ങി നിൽക്കുകയാണവർ. മാത്രമല്ല വേണി പറഞ്ഞു കേട്ടതിൽ അത്ഭുതം അവർക്കുണ്ട്. 2 കൂട്ടർ അല്പം പതർച്ചയോടെ നിന്നെങ്കിലും അടുത്ത നിമിഷം തന്നെ ഹർഷൻ അമ്മയെ നോക്കി. പോയാലോ അമ്മേ? പതിയെ ചോദിച്ചു. രാധിക അത് കേട്ടപാടെ തലയാട്ടി. ഇത്ര നേരം ഉണ്ടായിരുന്ന സങ്കടവും കരച്ചിലും എല്ലാവരും വിട്ടകന്നിരുന്നു. അവർ സന്ധ്യയെയും ഷാജിയെയും നോക്കി. പിന്നെ സംസാരിക്കാൻ നമുക്ക്, ഞങ്ങൾ ഇറങ്ങട്ടെ. രാധിക യാത്ര പറഞ്ഞിറങ്ങി. പുറകെ ശ്യാമും. അവരെ നോക്ക് പോലും ചെയ്യാതെ ഹർഷനും. അവരുടെ കാർ ഗേറ്റ് കടന്നു പോയതും ഷാജി സന്ധ്യയെ തിരിഞ്ഞു നോക്കി. അവരയാളെയും. അമൽ പിന്നെ അന്നേരം തന്നെ അകത്തേക്ക് കയറിയിരുന്നു. ഒരു നെടുവീർപ്പോടെ 2 പേരും അകത്തേക്ക് കയറി. ബെഡ്റൂമിലേക്ക് കയറും മുമ്പ് അടഞ്ഞിടക്കുന്ന വേണിയുടെ ഡോറിന് നേരെ അവരൊന്ന് നോക്കുകയും ചെയ്തു. ബെഡിൽ പില്ലോയിൽ മുഖമമർത്തി കിടക്കുകയാണ് വേണി. ഇപ്പോഴും വിട്ടുമാറാത്ത ചമ്മലും ഇതുവരെ തോന്നാത്ത പേടിയും. അവളാകെ വശം കെട്ടുപോയിരുന്നു. കുറച്ചു മുമ്പ് അമൽ ഡോറിന് തട്ടി വിളിച്ച് അറിഞ്ഞിരുന്നെങ്കിലും അവളൊന്നും മിണ്ടിയില്ല. ഒന്നനങ്ങുക പോലും ചെയ്യാതെ അങ്ങനെ കിടന്നു അവൾ. വീട്ടിലെത്തിയതും ഹർഷൻ അമ്മയെയും ശ്യാമിനെയും നോക്കാൻ നിൽക്കാതെ നേരെ റൂമിലേക്ക് ധൃതിയോടെ കയറിപ്പോയി. ശ്യാമു രാധിക അതും നോക്കി അവിടെ നിന്നു. ശ്യാമിന്റെ മുഖം നിറയെ കള്ളത്തരമാണ്. ഇങ്ങനൊരു അവസ്ഥയിൽ അവൻ ഏട്ടനെ കണ്ടിട്ടേയില്ല. ഇതിപ്പോൾ ഏട്ടനെതിരെ പ്രയോഗിക്കാൻ കിട്ടിയ അവസരം കൂടിയാണ്. മാത്രമല്ല 5-6 മിനിറ്റ് കൊണ്ട് തന്നെ പലതവണ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ അമ്മയെ നോക്കി. അവിടെ ഇപ്പോഴും ചിന്തയാണ്. കുറച്ചേരം മുമ്പ് വരെ ഉണ്ടായിരുന്ന മകന്റെ വിവാഹം മുടങ്ങിയ സങ്കടമൊന്നും ഇപ്പൊ മുഖത്തില്ല. എന്നാൽ വലിയ ആശ്വാസവുമില്ല. അമ്മ ഒന്നും മിണ്ടാക്കി കിടക്കാൻ പോയപ്പോൾ ശ്യാം ഫോൺ എടുത്ത് അമ്മയുടെ ചാറ്റ് ബോക്സ് തുറന്നുകൊണ്ട് അവന്റെ റൂമിലേക്ക് കയറിപ്പോയി. റൂമിലെത്തിയതേ ഹർഷൻ കുറച്ചേരം മിറിന് മുമ്പിൽ എടുപ്പിൽ കൈവച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിക്കുമ്പോഴും അവന്റെ മനസ്സിൽ കുറച്ചു മുമ്പ് കിടന്നൊക്കെ തെളിഞ്ഞു വന്നു. വേണിയിലെത്തി നിന്നപ്പോൾ അവൻ ആദ്യമായി പരവേശം അനുഭവപ്പെട്ടു. എനിക്ക് ഹർഷൻ ചേട്ടനെ ഇഷ്ടമാണ്. കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനുള്ള ഇഷ്ടം. മുമ്പേ പറയണമെന്ന് കരുതിയതാ. അപ്പോഴേക്കും ഗീതുവിന്റെ പ്രപ്പോസൽ വന്നു. പിന്നെ പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. ഇങ്ങനൊരു സിറ്റുവേഷനിൽ പറയുന്ന എത്രത്തോളം ശരിയായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇപ്പൊ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയൊരിക്കലും പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ? വിറയലോടെ കണ്ണിറുക്കി പൂട്ടിയും തുറന്നും അവൾ പറഞ്ഞ ഓരോ വാക്കുകൾ അവൻ കിതച്ചുപോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ആദ്യമായിട്ടാണ് തന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്യുന്നത്. അതോ ഇങ്ങനെ ഒരു ദിവസവും. ഹർഷൻ ഷർട്ട് ഊരിയെടുത്ത് ചെയറിലേക്ക് അലസമായിട്ടുകൊണ്ട് ബെഡിലേക്ക് മലർന്നു കിടന്നു. കണ്ണടക്കുമ്പോഴേക്ക് ഓടിയെത്തുന്ന പെണ്ണിന്റെ മുഖം കാണെ അവൻ നെറ്റിയിൽ തല്ലി. പിന്നെ കമിഴ്ന്ന് കിടന്നു. എന്നിട്ട് അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളെക്കുറിച്ച് ഓർക്കാതെ വയ്യ. കണ്ണിറുക്കിയും പൂട്ടിയും തന്നോട് ഇഷ്ടം പറഞ്ഞ പെണ്ണ് എല്ലാവരെയും കണ്ടപ്പോൾ കണ്ണുമിഴിഞ്ഞ് നിന്നവൾ. ചമ്മലോടെ അകത്തേക്ക് ഓടി മറഞ്ഞവൾ. ഹർഷന് ചിരി വന്നുപോയി. വീണ്ടും വീണ്ടും ഓർക്കെ. അന്നത്തെ രാത്രി അവൻ ഗീതുവിനെ കുറിച്ച് ഓർത്തില്ല. വിവാഹം മുടങ്ങിയതിനെ കുറിച്ച് ഓർത്തില്ല. ചിന്തകളിൽ വേണി മാത്രം നിറഞ്ഞു നിന്നു. തലേ ദിവസത്തെ ഓർമ്മകളോടെയാണ് വേണി ഉറക്കമെണീറ്റത്. വലിയ ഉഷാറില്ലാതെ എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള മടിയോടെ അവൾ ബെഡിൽ തന്നെ ഇരുന്ന് കുറച്ചു നേരം. പിന്നെന്തൊക്കെയോ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് എണീറ്റ് ബാത്റൂമിലേക്ക് കയറി. എന്നത്തേക്കാളും സമയമെടുത്താണ് പിന്നെ കുളിച്ചിറങ്ങിയത്. ഒരുക്കമെല്ലാം കഴിഞ്ഞ് ബാഗുമെടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ആരെയും കണ്ടില്ല. അച്ഛൻ ഹോട്ടലിലേക്ക് പോയിരിക്കണം. അച്ഛനെ കാണ്ടല്ലോ എന്ന ആശ്വാസത്തോടെ അവൾ അടുക്കളയിലേക്ക് ചെന്നു. സന്ധ്യ കൊണ്ടുപോകാനുള്ള കറിയെന്തോ ഉണ്ടാക്കിയാണ് അമൽ കഴിക്കുകയും. അവൾ പതുങ്ങി പതുങ്ങി ആരെയും മുഖമുയർത്തി നോക്കാതെ പ്ലേറ്റ് എടുത്ത് ദോശയും ചമ്മന്തിയും വിളമ്പി കഴിക്കാനിരുന്നു. അമൽ അവളെ കണ്ടപാടെ ഒരിളിയോടെ അവളെ തന്നെ നോക്കിയിരിപ്പാണ്. പക്ഷേ കക്ഷിയൊന്ന് മുഖമുയർത്തി നോക്കിയെങ്കിലും വേണ്ടേ. അവൻ ചായ ഇറക്കി കുടിച്ചുകൊണ്ട് ഒന്നുണ്ടാക്കി ചുമച്ചു. വേണിക്കത് കേട്ടപ്പോഴേ കാര്യം മനസ്സിലായെങ്കിലും അവൾ ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല. കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. എങ്കിലും ഉള്ളിൽ ചമ്മി ചമ്മി ഒരു പരുവം തന്നെ ആയിട്ടുണ്ട്. വീണ്ടും അമലിന്റെ ചുമക്കൊരു ശമനമില്ലെന്ന് കണ്ടപ്പോൾ സന്ധ്യ അവന്റെ കൈ തുടക്കൊരു കിഴുക്ക് വെച്ച് കൊടുത്തു. കഴിച്ചെണീക്കാൻ നോക്കടാ. വേണിയുടെ ഇരിപ്പുറപ്പില്ലാത്ത മട്ടും ഭാവം കണ്ടപ്പോൾ അവൾ ഇനി കഴിക്കാതെ പോകുമെന്ന് കരുതി സന്ധ്യ അമലിനെ ചുണ്ടൂർപ്പിച്ച് അടക്കി നിർത്തി. വേണി ബാക്കി ദോശ കൂടെ പെട്ടെന്ന് കഴിച്ചു തീർത്ത് എണീറ്റു. ഉച്ചക്കത്തേക്കുള്ള ചോറ് പോലും എടുക്കാതെ കൈ കഴുകിയൊരു ഓട്ടമായിരുന്നു. പിന്നെ അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി. വേണി ചോറ് എടുക്കണ്ടേ, നിക്ക്.
സന്ധ്യ വിളിച്ചു പറയുന്നതിന് ചെവി കൊടുക്കാതെ അവൾ പോയിരുന്നു. ഈ ചെക്കൻ, നിനക്കിത് എന്തിന്റെ കേടായിരുന്നു അമലെ? അത് ഉച്ചക്കത്തേക്ക് എടുക്കാതെ പോയത്, നേരവണ്ണം കഴിക്കൂടി ചെയ്തിട്ടില്ല. വേണി പോയെന്ന് കണ്ടതും സന്ധ്യ അമലിന് നേരെ തിരിഞ്ഞു. ആ പിന്നെ അതൊക്കെ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളും, ഇത് ചേച്ചി രക്ഷപ്പെട്ടതാ, നമ്മളെന്തെങ്കിലും ചോദിക്കാമെന്ന് പേടിച്ച് അവൻ ചിരിയടക്കാതെ പറഞ്ഞു. സന്ധ്യക്ക് പക്ഷേ അതൊന്നും അത്ര കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവരിൽ അമ്മ മനസ്സിന്റെ ആകുലതകൾ പലതായിരുന്നു. വേണിയുടെ പ്രപ്പോസൽ ഹർഷൻ സ്വീകരിക്കുമോ? കലിപ്പൻ പോലീസിനെ വരുതിയിലാക്കാൻ വേണിക്ക് സാധിക്കുമോ? അത്യന്തം ആകാംക്ഷ നിറഞ്ഞ ബാക്കി ഭാഗങ്ങൾക്കായി കാത്തിരിക്കുക. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കഥകൾ ഞങ്ങൾക്ക് അയച്ചിരിക്കുക. താങ്ക് യു.